പ്രിയപ്പെട്ട നാട്ടുകാരെ, അപ്പം നമ്മൾ കെട്ടിയൊരുങ്ങി നിൽക്കുന്ന എല്ലാവരും എങ്ങോട്ട് പോകാനെന്നറിയോ? നമ്മൾ ഒരുപാട് കാത്തിരുന്നത് നമ്മുടെ ഹസ്നിയുടെ കല്യാണം കൂടാൻ പോവാണ്. ലാസ്റ്റ് ഇയർ ഇന്റേൺസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലീവ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡ്യൂട്ടി നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് പോകുന്ന പോക്കാണ് ഗൈസ് ഇത്. ഐശ്വര്യമുള്ളൊരു ചടങ്ങിന് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എല്ലാവരും ബസ്സിനാണ് ഗൈസ് പോകുന്നത്. 52 പേര് ആ ബസ്സിന് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എത്തുന്നതിന് മുന്നേ ഓഡിറ്റോറിയം തുറക്കാനായിട്ട് വന്നിരിക്കുന്നു ഗൈസ്. അല്ലെങ്കിലും ഞങ്ങൾ അങ്ങനെയാണ്. അസ്നാസ് ഫ്രണ്ട്സ് ഇസ് ഓൾവേസ് ഫസ്റ്റ് എക്സെപ്റ്റ് പഠിത്തത്തിന്റെ കാര്യം. വയറ് കത്തി വന്ന് ഞങ്ങൾക്ക് വയറിനെ ശമിപ്പിക്കാനായിട്ട് ആദ്യം ജ്യൂസ് കിട്ടി. ടച്ചിങ്സ് ആയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കിട്ടി. പിന്നീട് നമ്മൾ ഹോളിനകത്ത് കയറി. അപ്പത്തേനും നമ്മുടെ അർഷാന വന്നു. ഒരു തളയെ മേക്കപ്പ് അടിച്ചുകൊണ്ട് വന്ന് പറ്റിക്കാൻ നോക്കുന്നോ? പെണ്ണിനും ചെക്കനെക്കാട്ടിലും ഫുഡിന് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അവിടെ ആദ്യം കയറി അങ്ങിരുന്നു. അതിനിടെ നമ്മുടെ പ്രിൻസിപ്പലിനെ സ്പോട്ട് ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മുടെ അസ്നയുടെ കഥാനായകനെത്തി. പക്ഷെ അന്ന് മജീദ് തലശ്ശേരിന്റെ രാജകുമാരനായിരുന്നു. മജീദിന്റെ സ്വപ്നങ്ങളിലെ രാജകുമാരി ഫാത്തിമ. കുറച്ച് ചോറിട്ടെ ആയിക്കോട്ടെ. ഓ അങ്ങനെ നമ്മുടെ മുഖ്യ അതിഥിയായ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. അവനാണല്ലോ നമ്മൾ ഇത്ര നേരം കാത്തിരുന്നത്. ചെക്കനെയും പെണ്ണിനെയും ആൾക്കാരുകൊണ്ടും കൂടിയപ്പോൾ ഞങ്ങൾ ബിരിയാണി കൊണ്ട് മൂടി ഗൈസ്. പിന്നെ ഐസ്ക്രീം അത് മസ്റ്റാ. ഞങ്ങളുടെ കൂട്ടത്തിൽ അടുത്ത എഴുതാ ഇവളാണ് ഗൈസ്, ഫബ. പോരട്ടെ നല്ല ചെറുക്കന്മാർ പോരട്ടെ. നെക്സ്റ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കൽ ചടങ്ങ്. അതിനുള്ള നിപ്പാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അസ്നയുടെ അടുത്തേക്ക് എത്തി. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. ഇത് കല്യാണ പെണ്ണിനെ കണ്ടതിൻ്റെ ആക്രാന്തമൊന്നും അല്ല. നാളെ മര്യാദയ്ക്ക് ഡ്യൂട്ടിക്ക് വരണമെന്ന് പറയും എല്ലാവരും. അങ്ങനെ നമ്മുടെ കുട്ടി ഒരു കുടുംബിനിയായി ഗൈസ്. ഇനി കുറച്ച് മാൻഡറ്ററി ആയിട്ടുള്ള എപ്പോഴും കാണുന്ന കുറച്ച് ഫോട്ടോഷൂട്ട്സ്. ഇനി നമ്മൾ പരീക്ഷണ ബാച്ച് നമ്മൾ കുറച്ച് പരീക്ഷണത്തിലോട്ട്. ഇതവളുടെ അഭിനയമാണെങ്കിൽ അവൾക്ക് ഒരു ഓസ്കാർ തന്നെ കൊടുക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. നമ്മുടെ അസ്നയ്ക്കും ഓളുടെ ചെക്കനും നല്ലൊരു വിവാഹ മംഗളാശംസകൾ നേരുന്നു. ടാറ്റാ.